കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ സാമ്പത്തിക ഉപരോധം സൃഷ്ടിച്ചുകൊണ്ട് നമുക്ക് അർഹമായ കടമെടുക്കുന്നതിനോ നമുക്ക് കിട്ടേണ്ട വിഹിതം പോലും തടഞ്ഞു വെച്ചുകൊണ്ട് ഇവിടെ ഒരു വികസന മുരടിപ്പുണ്ടാക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. 2018-19 കാലത്തെ വെള്ളപ്പൊക്ക ദുരന്തത്തിൽ കേന്ദ്രം നമ്മോട് കാണിച്ച അവഗണന കേരളത്തിന് ഒരിക്കലും മറക്കാൻ പറ്റുന്നതല്ല. അതിൻ്റെ ഒരു തുടർക്കഥ എന്ന പോലെയാണ് വയനാട് ദുരന്തത്തിലും കേന്ദ്രത്തിന് കേരളത്തോടുള്ള സമീപനം. ധാരാളം ആളുകൾ മരിക്കുകയും ഗ്രാമങ്ങൾ തന്നെ ഒഴുകിപ്പോകുകയും ചെയ്ത അടുത്ത കാലത്ത് നാം അനുഭവിച്ചിട്ടുള്ളതിൽ നാം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു ദുഃഖകരമായ ദുരന്തമായിരുന്നു വയനാട്ടിൽ നടന്നത്. എന്നാൽ ഒരു ഏറ്റവും കുറഞ്ഞത് 2000 കോടി രൂപയുടെ ഒരു സാമ്പത്തിക പാക്കേജ് ഉണ്ടെങ്കിൽ മാത്രമേ അവശേഷിക്കുന്ന ആളുകളുടെ പുനരധിവാസം സാധ്യമാവുകയുള്ളൂ. പ്രധാനമന്ത്രി ദുരിതബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുകയും അവിടുത്തെ ആശുപത്രികളിലെത്തി കുട്ടികളെ കളിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന വീഡിയോ നമ്മളൊക്കെ കണ്ടതാണ്. എന്നാൽ മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന ആ മഹാദുരന്തത്തെ പോലും ഒരു വിപണന ആയുധമാക്കി ഉപയോഗിക്കുകയല്ലാതെ ആ പ്രദേശത്തെ ഒരു ദുരന്തബാധിത പ്രദേശമായി പ്രഖ്യാപിക്കാനോ ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിനോ ഒരു 5 പൈസയുടെ സഹായം തന്ന് അവിടുത്തെ പുനരധിവാസം സാധ്യമാക്കുന്നതിനോ കേന്ദ്രം ഇതുവരെ നമ്മളെ കഴിഞ്ഞിട്ടില്ല. സഹായം ചോദിക്കാത്ത സംസ്ഥാനങ്ങൾക്ക് പോലും ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പൈസ കൊടുത്തപ്പോൾ കേരളത്തോട് മാത്രം എന്തുകൊണ്ടാണ് ഈ അവഗണന കേന്ദ്രം കാണിക്കുന്നത്? കേന്ദ്ര ഗവൺമെന്റിന്റെ ജനദ്രോഹ നടപടികൾക്കെതിരെ, കേരള ജനതയോട് കാണിക്കുന്ന വഞ്ചനയ്ക്കെതിരെ നമുക്ക് ഒന്നിച്ചു നിന്ന് പൊരുതണം.